ആ സിനിമ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ സിനിമ തുടങ്ങിയെന്ന് പോലും അറിയില്ല. എന്തോ ഒരു സ്റ്റോറി ടെല്ലിംഗ് പോലെ അല്ലെങ്കിൽ കുറച്ച് ഇൻസിഡൻറ്റ്സ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറച്ച് കൊള്ളരുതായ്മകൾക്കെതിരെ ഒരു മെസ്സേജ് എന്നോണം ആ സിനിമയുടെ തുടക്കം മുതൽ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് മമ്മൂക്ക വന്ന് നിൽക്കുന്നിടത്ത് മുതലാണ് സിനിമയുടെ ആരംഭമെന്ന് നമുക്ക് തോന്നിപ്പോകും വിധമാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞതിന് വലിയ ഇൻട്രോയോ വലിയ ഹൈപ്പോ ഒന്നും സിനിമയ്ക്കുള്ളിലില്ല. പുറമേ അവർ ഈ പറയുന്ന പ്രൊമോഷന് പോകുമ്പോൾ ഹൈപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിലും സിനിമയിൽ വലിയ ഹൈപ്പോ അല്ലെങ്കിൽ ഈ മമ്മൂക്ക വരും നായകന്മാർ വരുമ്പോൾ വലിയ മാസ് ബീജിമോ അങ്ങനെ ഒന്നുമില്ല. മമ്മൂക്കയെ കാണിക്കുന്ന സമയത്ത് പോലും മമ്മൂക്ക ഒരു ഒരു ഇൻവെസ്റ്റിഗേറ്ററെ പോലെയോ അല്ലെങ്കിൽ കുറച്ച് മെസ്സേജുകൾ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരു ടെക്കിയെ പോലെയോ അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ട്രെയിനറിനെ പോലെയൊക്കെയാണ് മമ്മൂക്ക ഉള്ളത്. അങ്ങനെ ഈ ഒരു സംഭവത്തിൽ അതായത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇന്നിപ്പോൾ നമുക്കറിയാം ലോൺ ആപ്പ് വഴി ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലേ. അതായത് ലോൺ എടുത്തതിൻ്റെ പേരിൽ ജീവൻ ഒടുക്കേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ ലോൺ ആപ്പുകൾ തൻ്റെ ഫോണിൽ കയറി പ്രവർത്തിച്ച് തൻ്റെ ഫോണിലുള്ള തൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പേഴ്സണൽ ഫോട്ടോ